വനാതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ വനാതിർത്തികളിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് അവരെ വന്യമൃഗങ്ങളിൽ നിന്നും വനപാലകരിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറാകുമെന്ന സന്ദേശവുമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ആരംഭിച്ചിരിക്കുന്നത് എന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പെറ്റുപെരുകുന്ന കാട്ടുമൃഗങ്ങളെ ഒരു നിശ്ചിത കാലത്ത് നിയന്ത്രിത വേട്ടയിലൂടെ നിയന്ത്രിക്കാൻ കഴിയണം. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന ഏത് കാട്ടുമൃഗത്തെയും വെടിവെക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. വനങ്ങളിൽ ക്രമാതീതമായി എണ്ണം പെരുകി വരുന്ന കാട്ടുമൃഗങ്ങളെ തീറ്റിപ്പോറ്റാൻ വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവനും ശരീരവും സ്വത്തും ബലിയായി നൽകണമെന്ന് പറയുന്നത് തികച്ചും കാടത്തമാണ്. വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പെറ്റുപെരുകുന്ന കാട്ടുമൃഗങ്ങളെ ഒരു നിശ്ചിത കാലത്തേക്ക് നിയന്ത്രിത വേട്ടയിലൂടെ നിയന്ത്രിക്കാൻ കഴിയണം. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന ഏത് കാട്ടുമൃഗത്തെയും വെടിവെക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്ന കാട്ടുമൃഗങ്ങളെ ക്ഷുദ്രജീവികളായി കണക്കാക്കി അവയെ വെടിവെച്ചു കൊല്ലുവാൻ കൃഷിക്കാർക്ക് അനുവാദം നൽകണം. മനുഷ്യനെ കൊല്ലുന്നത് പ്രോത്സാഹിപ്പിക്കുകയും കൊലപാതകികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യജീവന്റെ വില മനസ്സിലാക്കുവാൻ തയ്യാറാകണം. മാനന്തവാടിയിലെ രാധയും കുട്ടമ്പുഴയിലെ എൽദോസും മുള്ളരിങ്ങാട്ട് അമർ ഇലാഹിയും കാട്ടുമൃഗങ്ങളാൽ എത്രയോ ക്രൂരമായ നിലയിലാണ് കൊല്ലപ്പെട്ടത്. ആ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന തീരാവേദനയ്ക്ക് ആശ്വാസം നൽകുവാൻ ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ ശ്രീ എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും വഷളാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ രണ്ടാളുകൾക്കുമാണ്. ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് എതിരായി എടുത്ത തീരുമാനങ്ങൾക്ക് അനുകൂലമായി മന്ത്രിസഭയിൽ കൈയടിച്ചതെല്ലാം പാസ്സാക്കിയിട്ട് ഇവിടെ വന്ന് ആളുകളെ കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ശ്രീ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ ശ്രീ എം മണിയും സ്വീകരിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 30% വനമായിരിക്കെ കൃഷിയിടങ്ങൾ ബലമായി പിടിച്ചെടുത്ത് വനമാക്കുന്ന സർക്കാർ നടപടിക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി കൂട്ടുന്നത് എന്തിനാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും UDF എതിർക്കും. വനാതിർത്തിയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ അവരെ സംരക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവരോടൊപ്പം ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടുക്കിയിലെ രൂക്ഷമായിരിക്കുന്ന ഭൂപ്രശ്നങ്ങളുടെ പരിഹാരമുണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകണം. ഫെബ്രുവരി 1 ജില്ലയിൽ പ്രവേശിക്കുന്ന മലയോര സമര യാത്രയ്ക്ക് അടിമാലി, കട്ടപ്പന, കുമളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് KJ ബെന്നി, അഡ്വക്കേറ്റ് തോമസ് പെരുവിന എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.